വെൽക്കം ടു സൈഗീസ് കിച്ചൻ. ഇന്ന് നമുക്ക് ചുവന്ന ചീര എങ്ങനെ തോരനാക്കാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇതിലത്തെ ഇലകളെല്ലാം നുള്ളിയെടുക്കണം. നല്ല ഇലകൾ നോക്കിയിട്ട് നുള്ളിയെടുക്കണം. ഇതിൽ വല്ല ചെറിയ ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ ആ ഇലയൊക്കെ മാറ്റിക്കളയണം. അപ്പം നമുക്കിത് ആദ്യം ഓരോ തണ്ടെടുത്തിട്ട് നുള്ളി നമുക്ക് ഒരു പാത്രത്തേക്ക് മാറ്റാം. പിന്നെ നോക്കേണ്ടത് ചീരയിൽ നല്ല മണ്ണ് ഉണ്ടാവും. അപ്പം നമ്മളിത് നന്നായി കഴുകി എടുക്കണം. പിന്നെ ഇവിടെ ചിലർ ഇല മാത്രം എടുക്കും. ഞാൻ കുറച്ച് നല്ല മൂക്കാത്ത തണ്ട് ഉണ്ടാവില്ല, ജസ്റ്റ് ഒടിച്ചാൽ നമുക്കിങ്ങനെ കിട്ടും. അപ്പം അത്ര ഉള്ള തണ്ടും കൂടി നമുക്ക് എടുക്കാം. ഇങ്ങനത്തെ ഇലയൊന്നും എടുക്കണ്ട, നന്നായി ഫ്രഷായിട്ട് വലിയ ഹോൾസ് ഒന്നും ഇല്ലാത്ത ഇലകൾ മാത്രം പിച്ചിട്ടാൽ മതി. ചുവന്ന ചീര നമ്മൾ നല്ല ഇലയും തണ്ടൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായി കഴുകിയെടുക്കണം, കാരണം ഇതിൽ മണ്ണ് നല്ലോണം ഉണ്ടാവും ചീരയിൽ. അപ്പോൾ നമ്മൾ നല്ലോണം വെള്ളം ഒഴിച്ച് ഇത് കഴുകിയെടുക്കണം. നമുക്കിനി എടുത്തിട്ട് നമുക്ക് അരിയാം. ചീര കഴുകിയെടുത്തു. ഇനി നമുക്കിത് അരിയാം. അരിയുമ്പോൾ മണ്ണൊക്കെ കളഞ്ഞിട്ട് വേണം നന്നായി കഴുകിയെടുക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ടൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ ആ ഫുള്ളും ഇങ്ങനെ പിടിക്കാം. കുറച്ചധികം എടുത്ത് എല്ലാം ഇങ്ങനെ കൂട്ടിപ്പിടിക്കാം. എന്നിട്ട് കണ്ടോ, ഇതിങ്ങനെ പിടിച്ചില്ലേ, ഇതൊന്ന് ഫോൾഡ് ചെയ്യാം. എത്രത്തോളം ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഫോൾഡ് ചെയ്യാം. കയ്യിൽ ഒതുങ്ങുന്നത് എടുക്കാം. നിറയെ ചീര ഉണ്ടെങ്കിൽ ഒതുങ്ങണ എടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു കെട്ട് ചീര വെച്ചിട്ടാണ് ചെയ്യണത്. ഇനി നമ്മൾ എന്ത് ചെയ്യണ്ടേ, ഇതിങ്ങനെ വെച്ചിട്ട് ടൈറ്റായി പിടിച്ചിട്ട് ഇവിടെ നിന്ന് അരിഞ്ഞു കൊടുക്കാം. കയ്യിൽ നിന്ന് എന്തെങ്കിലും വിട്ടു പോയാലും സാരമില്ല, അതെടുത്ത് പിന്നെ ഒന്ന് അരിഞ്ഞിട്ടാൽ മതി. ഇത് എന്തായാലും വലിയ ഒരു ഇലയൊക്കെ ഇടുന്നാൽ ഇത് വാടി കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അത് വേണ്ട. ഇതിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഉണ്ടോ, ഇത് അരിഞ്ഞ് പോയിട്ടില്ല. ഇപ്പം ഈ ഇല ഇങ്ങനെ കിടന്നുകൊണ്ട് കുഴപ്പമില്ല. ഇത് വാടി വരുമ്പോൾ വല്ലാണ്ട് ചുങ്ങിപ്പോവും. തണ്ടായി എടുക്കാണ്ടിരുന്നാൽ മതി. അതൊക്കെ മുറിക്കാൻ ശ്രദ്ധിക്കാം. നമ്മൾ ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതെങ്ങനെയാണ് തോരനാക്കണമെന്ന് നോക്കാം. ചീര തോര ഉണ്ടാക്കാം. ഞാൻ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക് പൊട്ടി വരുമ്പോൾ ഞാൻ ഇവിടെ ചെറിയ ഉള്ളി ഒരു 4 എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി 1, പിന്നെ കരിവേപ്പില, ഇത് 3 നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില.
നമുക്കൊന്ന് ചെറുതായി വഴറ്റിയെടുക്കാം. ഇത് വല്ലാണ്ട് അങ്ങോട്ട് വഴന്ന് കിട്ടണമെന്നില്ല. നമുക്ക് അപ്പം തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. നമ്മൾ ആ ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോൾ നമ്മൾ നമ്മുടെ ചീര ഇട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ അത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താണ്. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. നമുക്ക് നോക്കാം. ചീര ആയിട്ടുണ്ട്. നമ്മൾ ചെരുകി വെച്ചിരിക്കണ ഈ നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.